അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി വബഅദ്. മുറാദി യാ മുറാദി യാ മുറാദി മുറാദി ഷാ ഖദീറുല്ലാ മുറാദി വശൗഖി അൻത യാ കുതുബസ് സമാനി വുജൂദി മദ്ഹറുല്ലാഹി സുൽത്താനി. പ്രിയമുള്ളവരെ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ അതിൻ്റെ അവസാന ദിവസങ്ങളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. റമദാനിനെ നാം സ്വീകരിച്ചു, നോമ്പനുഷ്ഠിച്ചു, ധാരാളം ഖുർആൻ പാരായണം നടത്തി, ദാനധർമ്മങ്ങളും റിലീഫ് പ്രവർത്തനങ്ങളും ധാരാളം ചെയ്തു, ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിച്ചു. നാട്ടിലെ പള്ളികളിലും മദ്രസകളിലുമൊക്കെ ആവോളം പിരിവുകളും സംഭാവനകളും നൽകി. മതപഠന ക്ലാസുകൾ, പ്രഭാഷണങ്ങൾ, സംഗമങ്ങൾ എല്ലാം നടത്തുകയും അതിൻ്റെ ശ്രോതാക്കളും അതിൻ്റെ സംഘാടകരുമൊക്കെ ആവുകയും ചെയ്തു. ഇതെല്ലാം ചെയ്തതുകൊണ്ട് മാത്രം പരിശുദ്ധ റമദാനിൻ്റെ മർമ്മം, നോമ്പിൻ്റെ മർമ്മം നാം കരസ്ഥമാക്കിയോ? എന്താണ് നോമ്പിൻ്റെ മർമ്മം? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തെക്കുവയുള്ളവരാവാൻ വേണ്ടി നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. എന്താണ് തെക്കുവ? സൂക്ഷിക്കുക. ഭാഷാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. എവിടെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത്? ഹൃദയത്തിലാണ് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത്. എങ്ങനെയാണ് ഹൃദയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇന്ന ശൈത്വാന വാദിഉൻ ഖത്മഉ അലാ ഖൽബി ബിനി ആദം ഫഇദാ ദക്കറല്ലാഹ ഖനസ ഫഇൻ നസിയ ഇൽതഖമ ഖൽബഹു ഫദാലിക്കൽ വസ്വാസുൽ ഖന്നാസ്. അതായത് പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ അവന്റെ വായ, അവന്റെ മോന്ത വെച്ചിരിക്കുകയാണ്. ഓരോ മനുഷ്യരുടെ ഹൃദയത്തിലും പിശാച് അവന്റെ മോന്തായം വെച്ചിങ്ങനെ ഇരിക്കുക. ഇതാ ദക്കറല്ലാഹ ഖനസ, ആ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ ദിക്ർ, സ്മരണ ഉണ്ടായാൽ, റബ്ബുണ്ടായാൽ, അള്ളാഹു ഉണ്ടായാൽ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനായാൽ ഖനസ, ആ പിശാച് കുറച്ചങ്ങ് മാറി നിൽക്കും, ഹൃദയത്തിൽ നിന്ന് കുറച്ച് വിട്ട് ഒളിഞ്ഞിരിക്കും. ഫൈൻ നസിയ, ആ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ സ്മരണ, റബ്ബ് ഇല്ലാതായാൽ ഇൽതഖമ ഖൽബഹു, പിശാച് അവന്റെ ഹൃദയത്തെ വിഴുങ്ങും. ഫദാലിക്കൽ വസ്വാസുൽ ഖന്നാസ്, അതാണ് വസ്വാസുൽ ഖന്നാസായ പിശാച്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഹൃദയത്തിലുള്ള പിശാചിനെ ഒന്ന് കാണിച്ചു തരുമോ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ അതിന്റെ കോലം, അതിന്റെ തല റഅസുഹു കറഅസിൽ ഹയ്യ, പാമ്പിന്റെ തല പോലെ. അത് മനുഷ്യന്റെ വാദിഉൻ റഅസഹു അലാ സമറത്തിൽ ഖൽബ്, ഹൃദയത്തിൽ ഇങ്ങനെ തല വെച്ചിരിക്കുകയാണ്. എപ്പോഴാണോ ഹൃദയത്തിൽ ദിക്ർ ഉണ്ടാവുന്നത്, അള്ളാഹു ഉണ്ടാവുന്നത്, തഖ്വ ഉണ്ടാവുന്നത്, റബ്ബിനെ നാം സൂക്ഷിക്കുന്നത്, ആ സമയത്ത് ആ പിശാചിങ് കുറച്ച് മാറി നിൽക്കും. എപ്പോഴാണോ ഹൃദയത്തിൽ റബ്ബില്ലാത്ത ഒരു അവസരം ഉണ്ടാകുന്നത്, അപ്പോ തഖ്വ ഇല്ലാത്തൊരവസരം ഉണ്ടാകുന്നത്, അപ്പോ അവൻ ആ ഹൃദയത്തെ വിഴുങ്ങും. വയുമന്നീഹി വൈഹദ്ദിസുഹു, എന്നിട്ട് ഹൃദയത്തിന് ഓരോന്നും ചെയ്യാനിങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും, അതിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. അവന്റെ പേരാണ് അൽ വസ്വാസുൽ ഖന്നാസ്, ഒളിഞ്ഞിരിക്കുന്ന പിശാച്. വസ്വസ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുശുകുശുക്കുക, ഇങ്ങനെ മന്ത്രിക്കുക, ഹൃദയത്തിൽ ഇങ്ങനെ ഓരോന്ന് മന്ത്രിച്ചു തരാം, ഹൃദയത്തിൽ ചീത്ത ചിന്തകൾ ഇട്ട് കൊടുക്കുക, ദുർബോധനം നടത്തുക, അവനക്ക് ഇങ്ങനെ ഓരോന്ന് തോന്നിപ്പിച്ചു കൊടുക്കുക, അവന്റെ ഹൃദയത്തിൽ ചഞ്ചലത ഉണ്ടാക്കുക, ടെൻഷൻ ഉണ്ടാക്കുക, ബുദ്ധിഭ്രമം സംഭവിച്ച പോലെ സംസാരിക്കുക. ഇതൊക്കെയാണ് വസ്വസ എന്ന് പറഞ്ഞതിന്റെ ഭാഷാർത്ഥം. അപ്പൊ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരുന്ന് അവനെ പേടിപ്പിക്കുക, അവനക്ക് ടെൻഷൻ ഉണ്ടാക്കുക, വിഷമം ഉണ്ടാക്കുക, അവനെ ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഇനി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു നല്ല എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫസാദാക്കാൻ വേണ്ടി അതിൽ അവനക്ക് റിയാ കൊണ്ടുവരിക. ഈ പിശാചിനെ നമ്മളെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ, നമുക്ക് തഖ്വയുണ്ടാവാൻ, റബ്ബ് നമ്മളെ ഹൃദയത്തിലാവാൻ, അള്ളാഹുവിനെ നാം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്താണ് നാം ചെയ്യേണ്ടത്? ഈ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തെ പൂർണ്ണമായി തഖ്വയിൽ അധിഷ്ഠിതമാക്കാനാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത്. നോമ്പിന്റെ മർമ്മം ഇത് നമുക്ക് ലഭിച്ചു. ഇതിനു വേണ്ടി നാം എന്ത് ചെയ്തു? നമ്മുടെ പള്ളികളിൽ നടക്കുന്ന പഠന ക്ലാസ്സുകളിലോ പ്രഭാഷണങ്ങളിലോ, അല്ലെ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരിൽ നിന്നോ നമ്മുടെ ഈ ഹൃദയത്തിലുള്ള ഈ പിശാചിനെ, ഈ അവസ്ഥയെ, ഈ സാഹചര്യത്തെ മാറ്റി അവിടെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, അള്ളാഹുവിനെയും റസൂലിനെയും അവിടെ ഉറപ്പിച്ച് നിർത്താൻ നാം എന്ത് ചെയ്തു? നമുക്കത് ലഭിച്ചോ? നാം കുറെ ഓതി പഠിച്ചത് കൊണ്ടോ
കുറെ പ്രഭാഷണം നടത്തിയത് കൊണ്ടോ, നിസ്കരിച്ചത് കൊണ്ടോ, കുറെ നോമ്പനുഷ്ഠിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്തത് കൊണ്ടോ, ദാനധർമ്മങ്ങൾ നടത്തിയത് കൊണ്ടോ ഇങ്ങനെ ഒരു ഹൃദയമായി നമ്മുടെ ഹൃദയത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ? എന്താണ് അതിനുള്ള വഴി? അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു പറയുന്നു, ലികുല്ലി ഷൈഇൻ മഅദിനുൻ വ മഅദിനു തഖ്വ ഖുലൂബുൽ ആരിഫീൻ. എല്ലാ വസ്തുക്കൾക്കും ഒരു ഗനിയുണ്ട്. എല്ലാ വസ്തുക്കളും എടുക്കപ്പെടുന്നത് അതിന്റെ ഗനിയിൽ നിന്ന്. വ മഅദിനു തഖ്വ ഖുലൂബുൽ ആരിഫീൻ. തഖ്വയുടെ ഉറവിടം അത് അള്ളാഹുവിനെ അറിഞ്ഞ ആത്മജ്ഞാനികളുടെ ഹൃദയത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഹൃദയമാണ് മുഖ്യം. നമ്മൾ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ആദ്യം നമ്മുടെ മനസ്സിലാണ് അത് തോന്നുന്നത്, അതുണ്ടാകുന്നത്. അതാണ് നിയ്യത്ത്. ഹൃദയത്തിലാണ് അത് ഉത്ഭവിക്കുന്നത്. ഹൃദയമാണ് പരീക്ഷണശാല. സഹാബികളെ കുറിച്ച് അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്, ഉലായിക്കല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. അള്ളാഹു അവരുടെ ഹൃദയത്തെ തഖ്വ കൊണ്ട് പരീക്ഷണം നടത്തി. ഹൃദയത്തിൽ തഖ്വ നൽകിക്കൊണ്ട് അള്ളാഹു അവരെ ഉന്നതരാക്കി. ഏതൊരു പ്രവൃത്തിയും ആദ്യം ഉത്ഭവിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്, നമ്മുടെ മനസ്സിൽ നിന്നാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ. അതാണ് നിയ്യത്ത്. എല്ലാ കാര്യങ്ങളും നിയ്യത്ത് കൊണ്ടാണ് നടക്കുന്നത്. അതായത് ആദ്യം അവന്റെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടാകുകയാണ്, അവന്റെ മനസ്സിൽ തോന്നുകയാണ്. ലികുല്ലി ഇംരിഇൻ മാ നവ, എല്ലാ ഓരോരുത്തർക്കും അവൻ എന്താണോ കരുതുന്നത് അതാണുള്ളത്. അതാണ് നിയ്യത്ത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഈ പിശാച് ആധിപത്യം സ്ഥാപിക്കുമ്പോൾ നാം ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മുടെ നിയ്യത്ത് തന്നെ കൊളാക്കി തരാൻ, നിയ്യത്ത് തന്നെ ഫസാദാക്കി തരാൻ അവന് സാധിക്കും. ഇസ്ലാമിന്റെ ഒന്നാം കാര്യം കെലിമ, മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക. മനസ്സിൽ ഉറപ്പിക്കുക, ഹൃദയത്തിൽ ഉറപ്പിക്കുക. ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഉറപ്പിച്ച സാധനം പിന്നെ ഇളകാൻ പാടില്ല. കുറ്റി ഉറപ്പിച്ചു നമ്മൾ പറയുമല്ലോ, എന്താ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് ഇളകൂല. ആ രീതിയിൽ ഉറപ്പിക്കുക. അങ്ങനെ ഒരു ഉറപ്പിക്കലുണ്ട്. അപ്പോ അങ്ങനെ ഉറപ്പിക്കുമ്പോൾ ഈ പിശാചിന് അവന്റെ ഹൃദയത്തിൽ ആധിപത്യം ഉണ്ടാവില്ല, ഹൃദയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. നിസ്കാരം ഹൃദയം പങ്കെടുക്കുമ്പോഴാണ് ഖുശൂഉള്ള നിസ്കാരമാകുന്നത്. നോമ്പ് ഹൃദയത്തിൽ തഖ്വ ഉണ്ടാകാൻ വേണ്ടി നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. ഹൃദയമാണ് മുഖ്യ ഘടകം. എങ്ങനെയാണ് ഹൃദയത്തെ നമുക്ക് നന്നാക്കാൻ സാധിക്കുക? വമഅദിനു തഖ്വ ഖുലൂബുൽ ആരിഫീൻ. തഖ്വയുടെ കനി, ഉറവിടം അത് ആത്മജ്ഞാനികളായ അള്ളാഹുവിനെ അറിഞ്ഞ മഹത്തുക്കളുടെ ഹൃദയമാണ്. ഹൃദയത്തിൽ നിന്നാണ് അത് ഉറവഴിക്കുന്നത്, തഖ്വ ഉത്ഭവിക്കുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ്, അവിടെ സമീപിക്കുമ്പോഴാണ്, അവരുടെ മുമ്പിലെത്തുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തെ സംശുദ്ധമാക്കി സംസ്കരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മല്ലാ ലഹു ശൈഖുൻ ഫശൈഖുഹു ശൈത്താൻ. ഒരാൾക്ക് ഷെയ്ഖില്ലേ, ഹൃദയത്തെ ഈ രീതിയിൽ സംസ്കരിച്ചെടുക്കാൻ പവറുള്ള, ശക്തിയുള്ള, കഴിവുള്ള, അള്ളാഹുവിൽ നിന്ന് സമ്മതമുള്ള ഒരു ഗുരു അവനില്ലെങ്കിൽ ഫശൈഖുഹു ശൈത്താൻ, പിന്നെ അവനെ നിയന്ത്രിക്കുന്നത് ശൈത്താനാണ്, പിശാചാണ്. കാരണം പിശാചാണ് അവന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. എത്ര ഓതി പഠിച്ചിട്ടും, എത്ര പണ്ഡിതനായാലും, എത്ര പ്രഭാഷകനായാലും, എത്ര വലിയ നേതാവായാലും, എത്ര വലിയ സ്ഥാനത്തിരിക്കുന്ന ആളായാലും ഈ ഒരു രീതിയിൽ അവന്റെ ഹൃദയം സംസ്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, അഥവാ ഓരോ കാലഘട്ടത്തിലും പടച്ച തമ്പുരാൻ നിയോഗിച്ച അള്ളാഹുവിന്റെ പ്രതിനിധിയിൽ നിന്ന് ഈ രീതിയിൽ അവന്റെ ഹൃദയത്തെ സംസ്കരിച്ചെടുക്കാൻ അവന് സാധിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു പ്രതിനിധിയുമായി അവൻ ബന്ധം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവനെ നിയന്ത്രിക്കുന്നത് പിശാചാണ്. അവർ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിലിരുന്ന് പിശാച് അത് കൊളാക്കി കൊടുക്കാൻ, അതിന്റെ അവസാനം അതിനെ നഷ്ടപ്പെടുത്താൻ അവന് സാധിക്കും. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ അവൻ അതുവരെ മറന്ന എല്ലാ കാര്യങ്ങളും അവന് പിശാച് ഇങ്ങനെ ഓർമ്മാക്കിക്കൊണ്ടിരിക്കും. പണ്ടൊരു കച്ചവടക്കാരൻ, അദ്ദേഹം രാത്രി എത്ര കണക്ക് കൂട്ടിയിട്ടും കണക്കുണ്ട് ശരിയാണില്ല. അപ്പൊ അയാൾ പറഞ്ഞ്, ഞാൻ പോയി 2 റക്അത്ത് നിസ്കരിച്ചു വരട്ടെ, എന്നാ പിന്നെ എവിടെയാണ് മറന്നത് അത് ശരിയാകും. നിസ്കരിക്കാൻ കൈ കെട്ടിയാല് പിന്നെ പിശാച് അതിങ്ങനെ അവനക്ക് അവന്റെ മനസ്സിനെങ്ങനെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും. അവൻ അങ്ങാടിയിൽ പോയതും, അവൻ ഇന്നലെ കണ്ടതും, അവൻ മിനിയാന്ന് ചെയ്തതും അങ്ങനെ കൊണ്ടുപോയി നമസ്കാരം അങ്ങ് കൊളാക്കി കൊടുക്കും. വേറെ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അവന്റെ മനസ്സിൽ അത് ആളുകൾ കാണാൻ വേണ്ടി, ഞാൻ നല്ലൊരാളാണ്, ഞാൻ നല്ലൊരു ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ്, ഞാൻ നല്ല പ്രഭാഷകനാണ്, അല്ലെങ്കിൽ ഞാനൊരു വലിയ പണ്ഡിതനാണ്, ഞാനൊരു വലിയ നേതാവാണ്, ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്ന ചിന്തകൾ ഇങ്ങനെ അവനെ ഇങ്ങനെ പിശാച് സുഖിപ്പിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ അവന്റെ ഹൃദയം, അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ ബാത്തിലാക്കിക്കൊണ്ടിരിക്കും. ആ പിശാചിനെ
നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ പിശാചിനെ മാറ്റി നിർത്തി അവിടെ പടച്ച തമ്പുരാനെ സ്ഥാപിക്കാൻ, അള്ളാഹുവിനെയും റസൂലിനെയും അവിടെ ഉറപ്പിക്കാൻ സർവശക്തനായ പടച്ച തമ്പുരാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് നിയോഗിച്ച മഹാവ്യക്തിത്വമാണ് മഹാനായ ഡോക്ടർ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹു മുഹമ്മദ് മഹാനവർക്ക്. ഏതൊരു നല്ല പ്രവർത്തനം നാം ചെയ്താലും അതിനെ നിഷ്പ്രഭമാക്കാൻ പിശാചിന് വളരെ വേഗത്തിൽ സാധിക്കും. റമദാൻ മാസം വന്നു. നമ്മളെ നാട്ടിലെ കാദിമാരൊന്നും മാസം ഉറപ്പിച്ചില്ല. റമദാൻ 1 ജനങ്ങളൊക്കെ ആകാശത്തേക്ക് നോക്കി എല്ലാവരും പറഞ്ഞു ഇന്ന് റമദാൻ 2 1 നമുക്കൊരു നോമ്പ് നഷ്ടപ്പെട്ടു. ആരാ നഷ്ടപ്പെടുത്തിയത്? അത് നമ്മുടെ കാദിമാരിലൂടെ പിശാച് നഷ്ടപ്പെടുത്തി. പിശാചിന് സിമ്പിളാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ നോട്ടമുള്ള പരിശുദ്ധ റമദാനിന്റെ 1ാമത്തെ രാത്രിയെ നമുക്ക് നഷ്ടപ്പെടുത്തി കാദിമാരിലൂടെ പിശാച് നഷ്ടപ്പെടുത്തി തന്നു. ഇനി പെരുന്നാൾ വരുന്നു. പെരുന്നാളിന്റെ അന്ന് നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ്, കടുത്ത ഹറാമാണ്. കാദിമാര് പ്രഖ്യാപിക്കുന്ന പെരുന്നാൾ കഴിച്ചിട്ട് ആൾക്കാർ മുയപ്പോട്ട് നോക്കുമ്പോൾ, ആകാശത്തേക്ക് നോക്കുമ്പോൾ ആളുകൾ പറയും ഇന്ന് ശൗവാൽ 2, പെരുന്നാളൊക്കെ ഇന്നലെ കഴിഞ്ഞല്ലോ, ഇന്ന് മാസം 2. എത്ര നേരാണ് മാസം അങ്ങനെ നിൽക്കുന്നത്? റമദാന്റെ തുടക്കത്തിൽ സമൂഹം പറഞ്ഞില്ലേ എത്ര നേരാണ് പിന്നെ കാദിമാർ ഉറപ്പിച്ച 1ാമത്തെ നോമ്പിന്റെ അന്ന് മാസം ഇങ്ങനെ മാനത്ത് നിന്നത്. പിശാചിന് വളരെ സിമ്പിളാണ് നമ്മുടെ പെരുന്നാളും നോമ്പും എല്ലാം നഷ്ടപ്പെടുത്താൻ. ഇതെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ നോമ്പും നിസ്കാരവും പെരുന്നാളും എല്ലാ സകല കർമ്മങ്ങളും നമുക്ക് സാധുവായി കിട്ടണമെങ്കിൽ, സ്വീകാര്യമായി കിട്ടണമെങ്കിൽ സർവശക്തനായ പടച്ച തമ്പുരാൻ നമുക്ക് നിയോഗിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമകാലിക പ്രതിനിധികളെ കാണുക തന്നെ വേണം. അവർ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അള്ളാഹുവിനെ അറിഞ്ഞ മഹാവ്യക്തിത്വങ്ങളുടെ ആ നോട്ടം നമ്മുടെ ഹൃദയത്തിൽ പതിയുമ്പോൾ തന്നെ പിശാച് ഉരുകും. നമ്മുടെ ഹൃദയം ശുദ്ധമാകും, സംസ്കരിക്കപ്പെടും. അതാണ് മഹാനായ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവർകൾ പറഞ്ഞത്. നിയ്യത്ത് നന്നാക്കി ജീലാനി ഷരീഫിന്റെ ഗേറ്റ് കടന്നു വരുന്നവരെ വരെ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന്. അവരതിന് പവറുള്ള ആളുകളാണ്, അതിന് സമ്മതം ലഭിച്ച ആളുകളാണ്. മഹാനായ കുത്തുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹു മുഹമ്മദ് മഹാനവർകൾ പറഞ്ഞു, എന്റെ യഥാർത്ഥ മുരീദ് മരിക്കുന്നത് പോയി നോക്കൂ, ചിരിച്ച് മരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മഹാനായ കുത്തുബുസ്സമാൻ അവിടുത്തെ പ്രതിനിധി ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവർകൾ അത് അതേപടി ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നു. അവിടത്തെ സ്നേഹിക്കുന്നവർ, അവിടത്തെ ഇഷ്ടപ്പെടുന്നവർ, അവരോട് ബന്ധം പുലർത്തിയവർ വഫാത്താകുന്ന സമയത്ത്, അവരോട് ബന്ധമുള്ളവരോട് ബന്ധപ്പെട്ടവർ വഫാത്താകുന്ന സമയത്ത് പോലും അവരെപ്പോലും രക്ഷപ്പെടുത്തുന്ന അത്ഭുതകരമായ കറാമത്താണ് ഡോക്ടർ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളിലൂടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നോമ്പിന്റെ മർമ്മം നമുക്ക് ലഭിക്കാൻ ഈ അവസാന റമദാനിന്റെ ദിവസങ്ങളിലെങ്കിലും മഹാനായ കുത്തുബുസ്സമാൻ മഹാനവറുകളുടെ പ്രതിനിധി മഹാനായ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളെ കാണാൻ ശ്രമിക്കുക. ഈമാൻ സലാമത്താവണം, രക്ഷപ്പെടണം എന്ന സതുദ്ദേശത്തോടെ നിയ്യത്ത് നന്നാക്കി ജീലാനി ഷെരീഫിലേക്ക് കടന്നു വരിക, അവിടുത്തെ കരം പിടിക്കുക. എന്നാൽ നമുക്ക് നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകാര്യമുള്ളതാക്കി മാറ്റാൻ സാധിക്കും. യഥാർത്ഥ നോമ്പും പെരുന്നാളും ലഭിച്ചവരിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിച്ച ഭാഗ്യവാന്മാരായി നമുക്ക് മാറാൻ സാധിക്കും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.